നമസ്കാരം. സിറിയയിൽ അരനൂറ്റാണ്ടിലധികമാണ് അസദ് കുടുംബം ദുർഭരണം നടത്തി ജനങ്ങളെ മുടിപ്പിച്ച് ഒടുവിൽ ബാഷർ അൽ അസദ് തന്നെ കിട്ടിയ പണവുമായി റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത്. ഇതോടുകൂടി സിറിയ രക്ഷപ്പെട്ടു എന്നാണ് പൊതുവെ ജനങ്ങളൊക്കെ തന്നെ കരുതിയിരുന്നത്. തടവറകൾ തുറന്നുവിട്ട് അസദ് ഭരണകൂടം അനധികൃതമായി ജയിലിലാക്കിയിരുന്ന പലരെയും മോചിപ്പിക്കുക എല്ലാം തന്നെ അവർ ചെയ്തിരുന്നു. പുതിയ യുവതന്മാർ അങ്ങേറ്റം പുരോഗമന ചിന്താഗതിക്കാരാണ് എന്നും ഇനി സിറിയയുടെ ചരിത്രം മറ്റൊന്നാകും എന്നൊക്കെ തന്നെയാണ് ആഗോള മാധ്യമങ്ങളുമൊക്കെ തന്നെ വാർത്തകൾ നൽകിയിരുന്നത്. എല്ലാവരും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സിറിയയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകരമായ ഒന്നല്ല. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തേതാണ് സിറിയയിലെ നിലവിലെ നിയമമന്ത്രിയെക്കുറിച്ചുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. 10 വർഷം മുമ്പ്, അതായത് 2015 2 സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. സിറിയയിൽ വ്യഭിചാരത്തിനും മറ്റും വധശിക്ഷയാണ് നേരത്തെ നടപ്പിലാക്കിയിരുന്നത്. അസദ് ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്നു അന്ന് ഈ സംഭവം നടന്നത്. പുതിയ മന്ത്രിസഭയിലെ നിയമമന്ത്രിയായ ഷാദി മുഹമ്മദ് അൽ വൈസി ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ അത്ര വ്യക്തത ഉള്ളത് അല്ലെങ്കിൽ പോലും കൃത്യമായും അത് അൽവൈസി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അയാളുടെ ശബ്ദവും രൂപമൊക്കെ തന്നെ ഇത് അൽവൈസിയുമായി അത്ഭുതകരമായ രൂപസാദൃശ്യം ഉള്ളത് തന്നെയാണ്. അൽവൈസി തന്നെയാണ് ഇത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അൽവൈസി അന്നത്തെ കാലത്ത് ജഡ്ജിയായിരുന്നു. ഈ സ്ത്രീകളെ വ്യഭിചാര കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചതും ആ വധശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ മുഖ്യ ചുമതല വഹിച്ചയാളും അൽവൈസി തന്നെയായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ ഒരു സ്ത്രീ അൽവൈസിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്, യാചിക്കുകയാണ്. മറ്റൊരു ദൃശ്യത്തിൽ വേറൊരു സ്ത്രീ അൽവൈസിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്, എനിക്ക് അവസാനമായി എൻ്റെ മക്കളെ കാണണമെന്ന്. എന്നാൽ ഈ സ്ത്രീയോട് യാതൊരു തരത്തിലുള്ള ദയാനുകമ്പയൊന്നും തന്നെ അൽവൈസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, ഈ 2 സ്ത്രീകളെയും തലയ്ക്ക് വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരാളാണ് ഇപ്പോഴത്തെ നിയമമന്ത്രി എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അൽവൈസി സിറിയയിലെ പുതിയ നിയമകാര്യ മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ആദ്യം ചെയ്ത നടപടി അവിടുത്തെ സകല വനിതാ ജഡ്ജിമാരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു. അതായത് ഇനി മുതൽ പുരുഷ ജഡ്ജിമാർ മാത്രമായിരിക്കും സിറിയയിലെ കോടതികളിൽ ഉണ്ടായിരിക്കുക. സ്ത്രീകൾക്ക് ഇനി മുതൽ അവിടെ ഒരു തരത്തിലും ഉയർന്ന പദവികളിൽ ഇരിക്കാൻ കഴിയുകയില്ല എന്ന് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. തീർന്നില്ല, സിറിയയിലെ പുതിയ മുന്നേറ്റത്തിൻ്റെ നേതാവായ ജൊലാനിയെക്കുറിച്ചുള്ളതാണ് അടുത്ത വാർത്ത. കഴിഞ്ഞ ദിവസം ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതുമാണ്. സിറിയയിലെ ഡമാസ്കസിൽ നടന്ന ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ജർമ്മനിയിലെ വിദേശകാര്യ മന്ത്രിയായ വനിത ഡമാസ്കസിലെത്തിയത്. ജൊലാനിയെ കണ്ട അവർ ഹസ്തദാനത്തിനായി അയാളുടെ നേർക്ക് കൈനീട്ടുന്നു എങ്കിലും അത് കണ്ട ഭാവം ജൊലാനി കാണിക്കുന്നില്ല. കൂടാതെ അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രിയോട് അദ്ദേഹം ഹസ്തദാനം നടത്തുകയും കുശലാന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജർമ്മൻ വിദേശകാര്യമന്ത്രി ഒരു വനിത ആയതുകൊണ്ട് തന്നെയാണ് ജൊലാനി ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, ജർമ്മനിയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് സ്പർശിക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരം വിലക്കുണ്ട് എന്ന് പറഞ്ഞായിരിക്കാം ഒരുപക്ഷെ ജൊലാനി ഇതിൽ നിന്ന് മാറുന്നത് എന്ന് വേണം കരുതാൻ. ജൊലാനിയെ പൊതുവെ പുരോഗമന ചിന്താഗതിക്കാരനായ ഒരു വ്യക്തി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ അത്ര പുരോഗമന ചിന്താഗതിക്കാരനൊന്നും അല്ല ജൊലാനി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ നേരത്തെ ഇറാഖിൽ അവിടെ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അൽ-ഖ്വയ്ദയുടെ നേതാവായിരുന്നു. അങ്ങനെ അമേരിക്കൻ സേന ഇയാളെ തടവറയിലിടുകയായിരുന്നു. പിന്നീട് അവിടുന്ന് മോചനം ലഭിച്ചതിന് ശേഷമാണ് ജൊലാനി സിറിയയിൽ തിരിച്ചെത്തുന്നത്. അന്ന് അവിടെ അറബ് വസന്തത്തിൻ്റെയൊക്കെ ഒരു കാലമായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് നേതാവാകുന്നു. വലിയൊരു മുന്നേറ്റം നടത്തി അസദ് സർക്കാരിനെ പുറത്താക്കുന്നു. പുതിയ സർക്കാർ അവിടെ രൂപീകരിക്കപ്പെടുന്നു. ഒരുപാട് പുരോഗമനപരമായ കാര്യങ്ങൾ തങ്ങൾ ചെയ്യും എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. അവിടെയുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് യാതൊരു തരത്തിലുമുള്ള ദോഷം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, അവർക്കെല്ലാ സംരക്ഷണവും ഉറപ്പാക്കുമെന്നായിരുന്നു ജൊലാനി പ്രഖ്യാപിച്ചത്. അതുപോലെ അസദ് ഭരണകൂടത്തിന് കീഴിൽ സ്ത്രീകളെയും മറ്റും അടിച്ചമർത്തി ഭരിച്ചിരുന്നതൊക്കെ തന്നെ ഇനി അങ്ങോട്ട് ഉണ്ടാകില്ല എന്നും ഇനിയൊരു പുതിയ സിറിയയായിരിക്കും വരിക എന്നും ജൊലാനി പലവട്ടം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിലെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ അഫ്ഗാൻ മോഡലുള്ള താലിബാൻ ഭരണം തന്നെയാണ് നിലവിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ ഭരണം ആരംഭിച്ചിട്ടുള്ളത് എന്നാണ്. സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുമുള്ള അവകാശങ്ങൾ നൽകാതെ ശരീഅത്ത് നിയമം അനുസരിച്ച് മാത്രം അവിടെ നിയമം നടപ്പാക്കാനായിരിക്കാം ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ജൊലാനിയും അനുയായികളും ശ്രമിക്കുക എന്നുള്ളത് ഏതാണ്ട് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. പടയെ പേടിച്ച് പന്തളത്ത് നിന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ അവസ്ഥയിലായി ഇപ്പോൾ സിറിയയിലെ ജനങ്ങൾ.
അസദ് കുടുംബത്തിൻ്റെ അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും ദുർഭരണത്തിലും കൊലപാതകത്തിലും എല്ലാം പുറത്തുമുട്ടി കഴിയുന്ന ജനങ്ങളെ മോചിപ്പിക്കാൻ എത്തിയവരാണ് ജൊലാനിയും അനുയായികളും എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത് അസദിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന താലിബാൻ രീതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ തങ്ങളെ ഭരിക്കാൻ പോകുന്നത് എന്ന്.